ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നിങ്ങളെ മുന്നിലേക്ക് വരുന്നത് കുറച്ച് ഈത്തപ്പഴം എടുത്തിട്ടുണ്ട്. എല്ലാം കഴുകി വൃത്തിയാക്കി എന്നിട്ടാണ് ഞാൻ മുറിച്ചിട്ടിട്ട് എടുത്തിട്ടുള്ളത്. അതിനെക്കൊണ്ട് ഞാനൊരു അച്ചാർ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങളും പുളി ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇത്രയും പുളിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ 2 ആണി വെല്ലം ഉരുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതിന് വേണ്ടുന്ന ആവശ്യമുള്ള സാധനം ചുവന്ന മുളക്, കറിവേപ്പില, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി. പിന്നെ ഉലുവ വേണം, കടുക് വേണം, കടുക്, പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി. ഇത്രയും സാധനങ്ങൾ വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഇതെല്ലാം ഞാനിവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി പുളി വീഞ്ഞതിൻ്റെ വെള്ളം എടുക്കണം. എന്നിട്ട് നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അത് അരിച്ചെടുക്കണം. അപ്പോൾ ഇതാ ഞാനൊരു പാന് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കണം. അപ്പോൾ ഇതിന് എരിവ്, പുളി, ഉപ്പ്, മധുരം ഇതാണ് ഇതിനുണ്ടാവുക. ഇപ്പോൾ വെളിച്ചെണ്ണയിലാണ് ഞാൻ ആക്കുന്നത്, പച്ചെണ്ണയിലല്ല. അപ്പോൾ വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ വെളിച്ചെണ്ണ കാണിച്ചിട്ടുണ്ട്. ഞാൻ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് കടുക് ഇട്ട് കൊടുത്തിട്ട് കടുക് പൊട്ടുമ്പോൾ നമുക്ക് ഉലുവ ഇട്ട് കൊടുക്കണം. കടുക് പൊട്ടുന്നുണ്ട്. അപ്പോൾ ഇതാ കടുക് പൊട്ടിക്കഴിഞ്ഞു. ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉലുവയും കൂടി പൊട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഇട്ട് കൊടുക്കാം. പച്ചമുളക്, ചുവന്ന മുളക്. തീ അധികം കൂട്ടി വെക്കാൻ പാടില്ല, സിമ്മിലാക്കി വെക്കണം. അപ്പോൾ ഇനി ഞാൻ വെളുത്തുള്ളി, ഇഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട്. പച്ചമുളക്, നമ്മളെ ചുവന്ന മുളക്, എല്ലാവരും കറിവേപ്പില, ഇവരെല്ലാം ഞാൻ ഇട്ട് കൊടുത്തു. എല്ലാം കൂടി ഒന്ന് വഴറ്റി വെക്കാം. ഇവരെല്ലാം നല്ലോണം വഴന്ന് വരണം. നല്ല പാകമായിട്ടാണ് വെളുത്തുള്ളി, ഇഞ്ചി ഇതെല്ലാം പാകമായിട്ടതിന് ശേഷം നമുക്ക് അടുപ്പിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതെല്ലാം വഴന്ന് വന്നിട്ടുണ്ട്. കണ്ടല്ലോ, നല്ല അടിപൊളിയായിട്ട് ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതിന് ശേഷം എത്രയാണോ എരിവ് വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് കുറച്ച് മാത്രമേ മഞ്ഞൾപ്പൊടി ഇടുന്നുള്ളൂ. ഇനി നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. കാശ്മീരി മുളകോ ഏത് മുളകാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ ആ മുളക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ എരിവുള്ള മുളക് തന്നെയാണ് ഇടുന്നത്. ഇത്രയും മുളക് പൊടി ഇട്ട് അടച്ച് വെക്കാം. ഇനി നമുക്ക് എല്ലാം കൂടി ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മളെ ഈത്തപ്പഴത്തിന് ഇട്ട് കൊടുക്കണം. ഇനി ഞാൻ ഈത്തപ്പഴം ഇട്ട് കൊടുക്കാം. ഈത്തപ്പഴം ഇട്ട് ഈത്തപ്പഴത്തിന് നല്ലോണം ഇതിൻ്റെ അകത്ത് നല്ല അടിപൊളിയായിട്ട് ഇളക്കിയെടുക്കുക. അപ്പോൾ ഇനി ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. നമുക്കിനി നമ്മളെ അച്ചാറിന് വേണ്ടുന്ന ഉപ്പ്.
കുറച്ച് ഉപ്പ് ഞാൻ ഇട്ടിട്ടുണ്ട്. വേണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഇട്ട് കൊടുക്കാം. എന്നിട്ടെല്ലാം കൂടി ഒന്ന് ഇളക്കിയിട്ട് യോജിപ്പിക്കാം. ഉപ്പ്, ഈത്തപ്പഴം ഇതെല്ലാം കൂടി നമുക്ക് യോജിപ്പിച്ചെടുക്കാം. അതിൻ്റെ ശേഷം നമ്മൾ പിഴിഞ്ഞ് വെച്ച പുളിയുണ്ടല്ലോ അതൊഴിച്ച് കൊടുക്കുക. എന്നിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ച് വെക്കണം. എല്ലാം കൂടി ഒന്ന് പാകമായി വരണമല്ലോ ഈത്തപ്പഴം. ഈ മസാലകളെല്ലാം നമ്മളിട്ട മുളക് പൊടി ഇതെല്ലാം ഒന്ന് റെഡിയായിട്ട് വരണം. ഇനി ഞാൻ പുളി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതാ ഇപ്പം എല്ലാം കൂടി ഇളക്കിയിട്ട് നമുക്ക് കുറച്ച് നേരം ഇനി ഒന്ന് അടച്ച് വെക്കാം. അപ്പോൾ ഇത് ഇതിൻ്റെ അകത്തുനിന്നൊന്ന് നല്ല അടിപൊളിയായിട്ട് ഒന്ന് സോഫ്റ്റായി വരും നമ്മളെ ഈത്തപ്പഴം. ചെറിയ തീയിൽ തന്നെയാണ്, തീ കൂട്ടി വെക്കുന്നൊന്നുമില്ല. എന്നിട്ട് വേണം നമുക്ക് കായപ്പൊടി ഇട്ട് കൊടുക്കാൻ. ഞാൻ അടച്ച് വെച്ചിട്ടുണ്ട്. കുറച്ച് നേരം അതങ്ങനെ അവിടെ നിന്ന് ആവട്ടെ. അപ്പോൾ ഗൈസ് നമുക്കൊന്ന് തുറന്ന് നോക്കാലോ നമ്മളെ ഈത്തപ്പഴം എല്ലാം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടോയെന്ന്. ഉണ്ടല്ലോ, കുറേശ്ശെ എല്ലാം നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. മഴ വരുന്നുണ്ട് ഗൈസ് ആദ്യമേ. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കാം. അച്ചാർ എന്ന് പറയുമ്പോൾ നമുക്ക് കായം വേണമല്ലോ എന്തായാലും. അപ്പോൾ ഇതാ ഞാൻ കുറച്ച് കായം ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് നമ്മളെ വെല്ലം ഉരുക്കി വെച്ച് അതാണ് ഒഴിച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതാ ഞാൻ പറഞ്ഞ 2 അണി വെള്ളം. അപ്പോൾ അതും കൂടി ഞാനിതാ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എല്ലാം അരിച്ച് റെഡിയാക്കി വെച്ചതാണ്. അപ്പോൾ എരു, മധുരം, പുളി ഇതെല്ലാം കൂടിയുള്ള ഒരച്ചാറാണ് ഇത്. അപ്പോൾ ഇതിനി നല്ല അടിപൊളിയായിട്ട് ഇതിലിങ്ങനെ കുറുകി വരണം. അപ്പോൾ നമുക്കിത് അടച്ച് വെക്കണം, എന്നാൽ മാത്രമേ കുറുകി വരും. ഇതിൻ്റെ ആവശ്യത്തിന് എത്രയാണോ നമുക്ക് വേണ്ടത് അതിൻ്റെ പാകമാകുമ്പോൾ നമ്മൾക്ക് വാങ്ങി വെക്കാം. എന്നിട്ട് കാണാം. പക്ഷേ നമ്മളെ സ്വാദിഷ്ടമായ ഈത്തപ്പഴം അച്ചാർ റെഡിയായോ? ആയല്ലോ, എല്ലാം പാകത്തിനായി. ഒരുപാട് ലൂസൊന്നുമില്ല. ഇനിയിപ്പോൾ ഇത് വാങ്ങി വെച്ചെടുത്ത് ഒന്ന് കുറുകും. അപ്പോൾ പാകമായിരിക്കും. അപ്പോൾ ഇനി ഞാൻ തീ ഓഫാക്കാം. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക ഗൈസ്. ഓണെല്ലാം വരുന്നല്ലേ. അപ്പം നമുക്ക് നല്ല മധുരം, എരു, പുളി, ഉപ്പ് ഇതെല്ലാം ഉള്ള സ്വാദിഷ്ടമായ ഒരു അച്ചാർ റെഡിയാക്കാം. അപ്പോൾ എൻ്റെ അച്ചാർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരുന്നു ഞാൻ വിചാരിക്കുന്നു. വീണ്ടും അടുത്തൊരു വീഡിയോയുമായിട്ട് വരാം. ബൈ.